എത്ര വയസ്സായിന്ന്? 23. മൈ ഗോഡ്. ഇത് ഇവിടെ നിന്ന് വാങ്ങിച്ചതാ? ആരോ ഒരാള് ഡേയ്സിന്റെ ആന്റി ഒരു കമ്പ് കൊടുന്ന് കുത്തിയതാ. മൈ ഗോഡ്. കോളിംഗ് ബെല്ല് അടിച്ചു കഴിഞ്ഞാൽ കേക്കാം. പിന്നെ റേഡിയോ ഉണ്ട്, മ്യൂസിക് സിസ്റ്റം. ഞാൻ ഇവിടെ രാവിലെ ബിജേട്ടൻ്റെ വീട്ടിലത്തെ ബാക്ക് യാർഡിലാണ് കേട്ടോ. ഇവിടെ ഒരു ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ അത് കുറച്ചും കൂടി ഉണ്ട്, അത് പൊട്ടിക്കാൻ പോവാണ്. ഇത് ഭയങ്കര ഒരു വൈറ്റമിൻ റിച്ച് ഫ്രൂട്ടാണ്. B6, B12. ഇത് ഭയങ്കര പുളിയാണ്, പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര മധുരമാണ്. വിന്റർ ജനുവരി ഫെബ്രുവരി മാർച്ചിലാണ് ഇത് നിറയെ ഉണ്ടാവുക. pretty much great fruit. അപ്പോൾ നമുക്ക് ബിജേട്ടൻ ഇത് പൊട്ടിക്കണത് എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, പൊട്ടിക്കുക അങ്ങനെയൊന്നും ഇതിന് വേറെ പൊട്ടിക്കാനുള്ളൊരു വേറൊരു സാധനമൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് കുറച്ചുകൂടി താഴ്ത്തണോ? ഇതാണ് ചേട്ടാ അന്ന് പറഞ്ഞത് നിങ്ങള് ഭയങ്കര വില കൊടുത്ത് വാങ്ങിച്ചു വെച്ച ചെമ്പരത്തി. പക്ഷെ $16 കൂടുതലല്ല ചേട്ടാ. എന്താ വെച്ച് കഴിഞ്ഞാ ഞങ്ങളുടെ അവിടെ ഉണ്ട് ആയിലുള്ള വേറെ ആൾക്കാരെ. എവിടെ? ഇത് തുളസിയുടെ തൈയാണ് കേട്ടോ. ഇത് റോസ്മേരിയാണ്. പേരക്കയുടെ തൈ ഉണ്ട് കേട്ടോ. അതുമതേ 1-2 ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. മറ്റേ അനിമൽസ് ഒന്നും കടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ സമയം കഴിഞ്ഞു. പൊട്ടിക്കാറായാ? കുറച്ച് വലുതാവും കഴിഞ്ഞു. ഇതിവിടുത്തെ വിന്റർ പച്ചക്കറിത്തോട്ടാണ് കേട്ടോ. ബ്രൊക്കോളി, കാബേജ് ഒക്കെയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. വീടിന്റെ പിന്നിലുള്ള ഫെൻസിങ് ആണ്. ഈ ഗ്ലാസ് ഫെൻസിങ് ഇനി അടുത്ത വീടുകൾക്കൊക്കെ കാണണം. ഇത് ഇവരുടെ ബിൽഡേഴ്സ് തന്നെ വെക്കുന്നതെന്ന് പറഞ്ഞാൽ. അതിൻ്റെ അപ്പുറത്ത് റോഡാണ്. റോഡ് പക്ഷെ കുറച്ച് താഴെയാണ്. പിന്നെ ഇത് ഈ ഫെൻസിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഈ ചെടികൾ ഇതെങ്ങനെ വെട്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അത് ഇവരെല്ലാ വർഷവും ഇങ്ങനെ വെട്ടിക്കുന്ന പറഞ്ഞത്. പിന്നെ ഇതെന്താ കൈപ്പക്കായ പോലെ ഉണ്ടല്ലേ. പക്ഷെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഇങ്ങനെ ഇലയൊക്കെ പോയിട്ടാണ് നിൽക്കണേ. ഇതിങ്ങനെ ഇരിക്കാനൊക്കെ പറ്റിയ ഒരു സെറ്റപ്പാണ് കേട്ടോ. ബാർബിക്യൂ ചെയ്യാനും അതുപോലെ സോഫ, ചെയർ, ടേബിള് ഒക്കെ ഉണ്ട്. അതിന് വേണമെങ്കിൽ ഇങ്ങനെ കവർ ചെയ്യാനുള്ള കനോപ്പി പോലത്തെ ഒരു ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. അതിപ്പോൾ അടച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ പൊട്ടിച്ച ഫ്രൂട്ട്സ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ബാർബിക്യൂ ഗ്രില്ല്. ഓക്കെ ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് കേട്ടോ. ഓ, ഗ്യാസിൻ്റെ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഗ്രില്ല് എക്സ്ട്രാ ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് ആത്തച്ചക്കയാന്ന് പറഞ്ഞത്. കഴിഞ്ഞ വർഷം പൂവിട്ടു ഇത്രേ, പക്ഷേ ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ഇനി ഇപ്രാവശ്യം ഉണ്ടാവും എന്ന് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് കേട്ടോ അവരുടെ വീടിൻ്റെ ബാക്ക് ഭാഗം. ഈ ഡോറാണ് കിച്ചണിലേക്കുള്ള ഡോറ്. ഇത് ഒരു കുട വെച്ചിട്ടുണ്ട് ഇവിടെ. ഈ ബുഷിയായിട്ട് നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ. അത് നല്ല ഭംഗിയിൽ വെട്ടി നിർത്തിയിട്ടുണ്ട്. അതുമ്പോൾ പൂക്കളും ഉണ്ടായിട്ടുണ്ട്.
ഇത് ഇവിടെ അമേരിക്കയിൽ ഉണ്ടായി നിൽക്കുന്ന വേപ്പിൻ്റെ തൈയാണ് കേട്ടോ. ബിജേട്ടന് ഇവിടെ പറ്റണ പോലെയൊക്കെ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കാബേജും തക്കാളിയും ബ്രൊക്കോളി, മത്തങ്ങ, വാഴ, പിന്നെ പലതരം ചെടികൾ, പൂക്കളുണ്ടാവുന്നത് അങ്ങനെയൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. കരിമ്പാണ് കേട്ടോ നിൽക്കണത്. ഇത് ഈ സാലഡിനൊക്കെ യൂസ് ചെയ്യുന്ന ഇലകളാണ് കേട്ടോ. ഏത് കുമ്പളങ്ങ? ഇവിടെ വലിയൊരു കുമ്പളങ്ങ ഉണ്ടായത് ഞാനിവിടെ ഫോട്ടോ കാണിക്കാട്ടോ. അങ്ങനെയില്ല, ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് മല്ലിയിലയാണോ? ഇത് ഹെർബല്ല, വെറുതെ. ഓക്കെ, ഇതെന്നിട്ട് ഈ പടർന്ന് നിൽക്കുന്നത്. ഓ ഓക്കെ, വിത്തിന് വേണ്ടിട്ട്. ഓ, മിളകും ഉണ്ടല്ലേ. തക്കാളി നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. ഈശ്വര, ഇത് കയ്പക്കായ അല്ലാട്ടോ, ഇത് മുന്തിരിയാണ്. ഗ്രീൻ കളർ മുന്തിരി അല്ലേ? മിക്സ്ഡ് ആണ്. ഓക്കെ 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 ഓക്കെ. ഇത് മുന്തിരി തന്നെയാ ഈ ചുറ്റും? ഓ, അപ്പൊ ഇതിങ്ങനെ മുകളിലേക്കൊക്കെ വരുമോ? ചുറ്റും മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഇത് സ്ട്രോബെറി ആണ് കേട്ടോ. ഇത് ബ്ലൂബെറിയുടെ തൈയാണ്. ഇത് പീച്ചിന്റെ ചെടിയാണേ. ഇത് ചെറി ബ്ലോസത്തിന്റെ ഫോട്ടോസ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെ? ആ ഓക്കെ, അത് അല്ല ഞാൻ പറഞ്ഞ പൂക്കളുണ്ടാവും. ചെറി ഉണ്ടാവും ഇതുമേ. ആ ശരി. ആ ആ, ഇത് ഇത് ഒട്ടാണോ? ഓക്കെ ഓക്കെ. ഇത് അമരക്കായുടെ ആണേ. സീസൺ കഴിഞ്ഞു, പക്ഷെ ഒരെണ്ണം മാത്രം ഉണങ്ങി നിൽക്കുന്നുണ്ട്. ഗാർഡൻ ടൂൾസ് ആണോ? പ്ലം സാന്റാ റോസ. ടെമ്പറേച്ചർ അറിയാനോ അതോ മൊത്തത്തിലുള്ള ടെമ്പറേച്ചർ? ഇപ്പൊ എത്രയാ നിങ്ങൾക്ക്? ഇത് സെൽഷ്യസ് ആണല്ലോ. ആ സൈഡിൽ അതുണ്ടല്ലേ. 12, 11, 12, 10. ഇത് 40, 50, 51 ഡിഗ്രി. 10 ഡിഗ്രി സെൽഷ്യസും. പിന്നെ റേഡിയോ ഉണ്ട്, മ്യൂസിക് സിസ്റ്റം. കറിവേപ്പ് അമേരിക്കയിൽ ഇങ്ങനെ തണുപ്പൊക്കെ ഉള്ള കാരണം ഞങ്ങളിങ്ങനെ ചട്ടിയിൽ വെച്ച് വളർത്തും. അപ്പോൾ തണുപ്പ് കൂടുമ്പോൾ അത് അകത്തോട്ട് എടുത്ത് വയ്ക്കും. പിന്നെ അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പം അത് കുറേ വർഷങ്ങളായി കാരണം നന്നായി എസ്റ്റാബ്ലിഷ് ചെയ്ത കാരണം വല്ല ഫ്രോസ്റ്റ് വാർണിംഗ് വരുമ്പോൾ ഐ വിൽ കവർ ഇറ്റ് വിത്ത് ബിഗ് ട്രാഷ് ക്യാൻ or trash bag to make it like not to have frost bite. അപ്പം പണ്ടൊക്കെ ഇത് ഇങ്ങനെ ഞങ്ങൾ അകത്തോട്ട് എടുത്തേക്കും, വിൻ്റർ ആകുമ്പോൾ പുറത്തേക്കും. അങ്ങനെയാണ് ഇവിടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ടെക്സസിലും ന്യൂയോർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ആളുകൾ അങ്ങനെയാണ് ചെയ്യുക. നമ്മുടെ കുറച്ചും കൂടി സാൻഡിയോ വെതർ കുറച്ചും കൂടി സ്റ്റേബിളായ കാരണം പിന്നെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത കാരണം നമ്മൾ പുറത്ത് വയ്ക്കും. ഇപ്പം ഈ വിൻ്റർ ആയതുകൊണ്ട് അതിൻ്റെ ഇലയൊക്കെ പഴുത്തു. ഇനിയിപ്പോൾ പുതിയ ഇല 2 മാസം കഴിഞ്ഞ് വരും. It's about like 25 years old.
എത്ര വയസ്സായിന്ന്? 23 മൈ ഗോഡ്. ഇത് ഇവിടെ നിന്ന് വാങ്ങിച്ചതാ? ആരോ ഒരാള് ഡേയ്സിന്റെ ആന്റി ഒരു കമ്പ് കൊടുന്ന് കുത്തിയതാ. മൈ ഗോഡ്. ഡേയ്സി ഇത് നല്ല വെള്ളയപ്പവും മുട്ടക്കറിയും ഒക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. തോട്ടത്തിൽ നിന്ന് ഫ്രഷായിട്ട് പറിച്ച ആ പഴമൊക്കെ ആളിവിടെ കട്ട് ചെയ്ത് പേരയ്ക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.